തായ്ലൻഡിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളതും റിച്ചസ്റ്റ് ആയതുമായ ഒരു നഗരമാണ് ഫുക്കറ്റ്. ഫുക്കറ്റിലെ പാത്തോങ് ബീച്ചിൻ്റെ സമീപത്തായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഫുക്കറ്റ് സെൻട്രൽ. അവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ പുറത്തുള്ള ഫുഡ് കോർട്ടിൽ വെച്ചാണ് തായ് സ്പെഷ്യൽ ഫുഡായ ബനാന റൊട്ടി കഴിച്ചത്. ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായ ഒരു ഭക്ഷണമാണ് തായ് ബനാന റൊട്ടി. അതുപോലെ തായ് മാംഗോ റൊട്ടിയും ലഭ്യമാണ്. ലാവോസിലും കംബോഡിയയിലും അപൂർവമായി ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കാണാൻ കഴിഞ്ഞുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഭക്ഷണം കഴിച്ചത്. ധാരാളം വിദേശീയരായ ആൾക്കാർ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും കഴിക്കണമെന്ന് തോന്നി. ഒരെണ്ണത്തിന് 150 തായ് ബട്ടായിരുന്നു വില. ഒരെണ്ണം കഴിച്ചാൽ മതി വയറ് നിറയാൻ. നമ്മുടെ നാട്ടിൽ പൊറോട്ട ഉണ്ടാക്കാൻ മാവ് കുഴച്ച് ഉരുളയാക്കി വയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെയും പ്രിപ്പറേഷൻ. മാവ് കുഴച്ച് ഉരുളയാക്കി കുറച്ച് നേരം വെച്ചിരുന്ന് പാകപ്പെടുത്തിയെടുക്കുന്നു. പിന്നീട് ഓരോന്നും ആവശ്യാനുസരണം എടുത്ത് പൊറോട്ട ഉണ്ടാക്കാൻ മാവ് അടിക്കുന്നത് പോലെ അടിച്ച് നിരത്തി എടുക്കും. സൺഫ്ലവർ ഓയിലാണ് ഇതിനുപയോഗിക്കുന്നത്. നെയ്യിലാണ് പാകം ചെയ്യുന്നത്. ചൂടായ ചട്ടിയിൽ നെയ്യിട്ട് ഉരുകുമ്പോൾ പരത്തി വച്ചിരിക്കുന്ന മാവ് അതിലിട്ട് ഒരു മുട്ടയും ഒഴിക്കുന്നു. ശേഷം വാഴപ്പഴം ചിപ്സ് പോലെ അരിഞ്ഞ് അതിൻ്റെ മുകളിലിടും. എന്നിട്ട് 4 കോണുകളും മടക്കിയെടുക്കുന്നു. മറിച്ചിട്ട് മറുഭാഗം കൂടി പാകപ്പെടുത്തുന്നു. അതിനെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് കത്തി കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ മുകളിൽ നമ്മുടെ ഇഷ്ടാനുസരണം സ്ട്രോബെറി അല്ലെങ്കിൽ ചോക്ലേറ്റ് ടോപ്പിങ്ങും കൂടി ചേർത്താണ് തിന്നാൻ നൽകുക. ഓരോന്നും കുത്തിയെടുത്ത് തിന്നുന്നതിന് വേണ്ടി ഒരു ഫോർക്കും കൂടി തരും. ഞാൻ തായ്ലൻഡിൽ ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഇത് വാങ്ങി കഴിക്കുമായിരുന്നു. വൈകിട്ട് ഒരെണ്ണം കഴിച്ചാൽ മതി, പിന്നെ അത്താഴവും കഴിക്കേണ്ടി വരില്ല. തായ്ലൻഡ് സന്ദർശിക്കുന്നവർ തീർച്ചയായും ബനാന റൊട്ടി അല്ലെങ്കിൽ മാംഗോ റൊട്ടി കഴിക്കുവാൻ മറക്കരുത്. അത്രയ്ക്ക് സ്വാദിഷ്ടമാണ്. ഇതും മൈദ മാവിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലും ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഇനി നോക്കിക്കാണുക.电话留一下，我给你打。
നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് തന്നെ. ഈ ഫുഡ് ലോകം ഇത്രയും കറങ്ങിയിട്ടും നമ്മുടെ തായ്ലൻഡിൽ നിന്ന് മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. മൈദമാവിൽ പിന്നെ ബെറോട്ട ഉണ്ടാക്കുന്നതൊക്കെ മാവ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ മുട്ട ഒഴിച്ച് നെയ്യിൽ വേവിച്ചെടുത്ത് പിന്നീട് ചിപ്സ് അരിഞ്ഞിട്ട് മുടക്കി വെച്ചിട്ടാണ് എടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് തന്നെ. Sorry, yes, 22. Super one. This is first time I am trying. Very good. Oh yeah. But one disadvantage is no memory card option. Only inbuilt memory. Пойдем. А вы брать не будете мороженое? Мороженое не будете брать? Блин, мы там стоим сейчас надолго. Понятно.